ലോകത്ത് ഒരു ഇമാമിനും പരിചയമുള്ളതല്ല, ഒരു മുസ്ലിമിനും പരിചയമുള്ളതല്ല. ഉള്ളതാണെന്ന് ധരിപ്പിക്കുന്ന വിധത്തിൽ പച്ചക്കള്ളം ഇബ്നു കസീറിന്റെ പേരില്, ശാഫി ഇമാമിന്റെ പേരില്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ പേരില് മൗലവി അതാ നീട്ടി മണിച്ച് പച്ചക്കള്ളം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. നമ്മുടെ വിശ്വാസം ശാഫി ഇമാമിന്റെ വിശ്വാസമാണ്, മാലിക്കി ഇമാമിന്റെ വിശ്വാസമാണ്, ഔസാഇ ഇമാമിന്റെ വിശ്വാസമാണ്, സൗരി ഇമാമിന്റെ വിശ്വാസമാണ്. അങ്ങനെ പല ഇമാമിങ്ങളുടെയും വിശ്വാസമാണ്. എന്തേ അവരൊക്കെ വിശ്വസിച്ചത്? ശരിക്ക് ശ്രദ്ധിച്ചോ, എന്തേ അവര് വിശ്വസിച്ചത്? വഹുവ ഇംറാറുഹാ കമാ ജാഅത്, വന്നതുപോലെ നമ്മൾ വിശ്വസിക്കണം. യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. കമാ ജാഅത്, വന്നതുപോലെ. ഇന്നല്ലാഹ യൻസിലു, അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. മിൻ ഗൈരി തകീഫിൻ വലാ തശ്ബീഹിൻ വലാ തഅ്തീൽ. അല്ലാഹ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അള്ളാന്റെ കൈ എന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നത് പോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല, നിഷേധിക്കാനും പാടില്ല. അള്ളാഹുവിനെ പറ്റി അത് പറയുമ്പോ സൃഷ്ടികളെ പറ്റിയുള്ള ഒരു വിശേഷണത്തിന്റെ അണുവളവ് പോലും നമ്മുടെ മനസ്സിൽ ചിന്തിക്കാനും പാടില്ല. സുബ്ഹാനല്ലാഹ്, കേട്ടില്ലേ നിങ്ങൾ വയത്? ഒരു ഇമാമും മൗലവി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല. ആ വാക്കുകൾക്ക് മുഴുവനും പറഞ്ഞ അർത്ഥങ്ങൾ തെറ്റാണ് എന്ന് മാത്രമല്ല, എന്നിട്ട് ഷാഫി ഇമാമിന്റെ പേരില്, ഔസാഇ ഇമാമിന്റെ പേരില് ഞാൻ ചോദിക്കട്ടെ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു കീഴൻ ഉസ്താദ് കണ്ടിട്ടില്ലേ? ഈക്ക ഉസ്താദ് കണ്ടിട്ടില്ലേ? കന്നിത്ത് ഉസ്താദ് കണ്ടിട്ടില്ലേ? ഖുതുബി തങ്ങൾ കണ്ടിട്ടില്ലേ? കേരളത്തിൽ ജീവിച്ച് വഫാത്തായി പോയ അല്ലാഹുവൊക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ, നമ്മുടെ ആലിമീങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇബ്നു കസീർ അതിന്റെ മുൻഗാമികളെ കണ്ടിട്ടില്ലേ? ഇയാൾ മാത്രം ഇബ്നു കസീർ കണ്ടാള്? ഇത് മുസ്ലിം ലോകത്തിന് ചിന്തിച്ചൂടെ? സഹോദരന്മാരെ, ഇനി അതിന്റെ അർത്ഥം ഇബ്നു കസീർ എന്താ പറഞ്ഞെന്ന് അർത്ഥം അമാനി മൗലവി എന്ന് കേട്ടോളി. അതിൽ ചില അപാകതകൾ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ലോ, നിങ്ങൾ കേട്ടോളി. ഇബ്നു കസീർ ഈ വിഷയത്തിൽ ഇവിടെ ചെയ്ത പ്രസ്താവന ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, ജനങ്ങൾക്ക് ഈ രംഗത്ത് വളരെയധികം സംസാരങ്ങളുണ്ട്, അതിവിടെ വിസ്തരിക്കേണ്ടുന്ന സന്ദർഭമല്ല. സദ്വൃത്തരും പൗരാണികരുമായ മാലിക്, ഔസാഇ, സൗരി, ലൈസ്, ഷാഫിഈ, അഹ്മദ്, ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹും മുതലായവരും മറ്റുമായി മുൻകാലത്തും പിൻകാലത്തുമുള്ള മുസ്ലിം നേതാക്കൾ സ്വീകരിച്ച അതേ മാർഗമാണ് നാം ഇതിൽ സ്വീകരിക്കുന്നത്. രൂപനിർണയമോ സൃഷ്ടികളോട് സമപ്പെടുത്തലോ, കണ്ടോ, സൃഷ്ടികളോട് സമപ്പെടുത്തിക്കൂടാ. സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. അരസിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ്. ഇപ്പൊ അയാളതാ പറയുന്നത്, സൃഷ്ടികളോട് സമപ്പെടുത്തലോ അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങൾക്കു കോട്ടം തട്ടിക്കലോ കൂടാതെ ഖുർആനിലും ഹദീസിലും എങ്ങനെ വന്നുവോ അതുപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ മാർഗം. ഖുർആനിൽ വന്ന പോലെ സ്വീകരിക്കാന്നാ. പിന്നെ എങ്ങനെയെങ്കിലും അതിന് മലയാളത്തിൽ അർത്ഥം വെച്ചിട്ട് ആ അർത്ഥപ്രകാരം സ്വീകരിക്കല്? ഖുർആനിൽ വന്ന പോലെ തന്നെ മലയാളാക്കല? ഖുർആൻ ഓതുന്ന സ്ഥലത്ത് പരിഭാഷ വായിച്ചാൽ മതിയോ? മയ്യിത്ത് ഫാത്തിഹയുടെ സമയത്ത് ഫാത്തിഹന്റെ പരിഭാഷ വായിച്ചാൽ മതിയോ? ഖുർആനിൽ വന്ന പോലെ എന്ന് പറഞ്ഞാൽ പരിഭാഷയാ? ഖുർആനിൽ വന്ന പോലെ ഹദീസിൽ വന്ന പോലെ എന്ന് പറഞ്ഞാൽ പരിഭാഷയാ? എവിടെന്നാ മൗലവിമാരെ നിങ്ങൾ ഈ മതം പഠിച്ചത്? അല്ലാഹുവിലുള്ള വിശ്വാസമല്ലേ നിങ്ങൾ തകർത്തത്? എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് കേട്ടോ, സുബ്ഹാനല്ലാഹ്, മൗലവി തന്നെ പറയട്ടെ, അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങൾക്ക് കോട്ടം തട്ടിക്കലോ കൂടാതെ ഖുർആനിലും ഹദീസിലും എങ്ങനെ വന്നുവോ അതുപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ മാർഗം. അള്ളാഹുവിനെ സൃഷ്ടികളുമായി സാമ്യപ്പെടുത്തുന്നവരുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്നതൊന്നും തന്നെ അതിലുണ്ടാവാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെ പോലൊരു വസ്തുവും ഇല്ല, അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നുവല്ലോ. അത്രയുമല്ല, ബുഖാരിയുടെ ഗുരുവായ നുഐം ഇബ്നു ഹമ്മാദുൽ ഖുസായി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവനും അവന്റെ ഗുണവിശേഷണങ്ങളായി അവൻ പറഞ്ഞതിനെ നിഷേധിക്കുന്നവനും അവിശ്വാസിയാകുന്നു. അപ്പൊ അല്ലാഹ് അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ അള്ളാഹുവിനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തുന്നവനാണെന്ന് പറഞ്ഞ അമാനി മൗലവി പറയുന്നു,
അങ്ങനെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയാകുന്നു എന്ന് ബുഖാരി ഇമാമിന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളായി അവനോ അവന്റെ റസൂലോ പറഞ്ഞതിലൊന്നും തന്നെ സാദൃശ്യപ്പെടുത്തൽ ഇല്ല. വ്യക്തമായ ഖുർആൻ വചനങ്ങളിലും ബലവത്തായ ഹദീസുകളിലും വന്നതൊക്കെ അള്ളാഹുവിനോട് യോജിക്കുന്ന വിധം സ്ഥിരപ്പെടുത്തുകയും അവനോട് യോജിക്കാത്ത കാര്യമൊക്കെ നിരസിക്കുകയും ചെയ്യുന്നത് ആരാണോ അവർ സന്മാർഗം പ്രാപിച്ചു. കണ്ടോ, മൗലവി പറഞ്ഞ അർത്ഥങ്ങളൊന്ന് കേട്ടുനോക്ക്. എന്റെ CD ഇറങ്ങുമ്പോ ഈ അമാനി മൗലവി ഈ അർത്ഥം ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ ശരിക്കൊന്ന് നോക്ക്, എന്താണ് ഈ മൗലവിന്റെ തട്ടിപ്പ്. സുന്നത്തിമാത്തിന്റെ ആശയം പഠിപ്പിച്ച ആളാ മൗലവി. ഇവിടുന്ന് പ്രസംഗത്തിൽ പറഞ്ഞു അശ്അരികളൊക്കെ പേച്ചവരാണ്. പഴച്ചുപോയ അശ്അരികൾ പറയും പോലെ, പഴച്ചുപോയ അശ്അരികൾ പറയും പോലെ മൗലവി അശ്അരികൾ പേച്ചവരാന്ന് പറഞ്ഞാല് പിന്നെ ആരാ ഇവിടെ ഉള്ളത്? ഗസാലി ഇമാം അശ്അരിയ, നവവി ഇമാം അശ്അരിയ, സുയൂത്തി ഇമാം അശ്അരിയ, ഇബ്നു കസീർ. നിങ്ങൾ വായിച്ച ഇബ്നു കസീറില്ലേ, ഇബ്നു കസീർ അശ്അരിയ. അങ്ങനെയാണ് നിങ്ങളെ നേതാക്കന്മാര് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അശ്അരി അല്ലാത്ത ആരാ ഉള്ളത്? എല്ലാ അബുൽ ഹസൻ അശ്അരിയുടെ ശേഷമുള്ള ഇമാമിങ്ങൾ സുബ്ഹാനല്ലാഹ് എല്ലാവരും അശ്അരികളാണ്, അല്ലെങ്കിൽ മാതുരീദികളാണ്. അശ്അരികൾ പേച്ചു എന്നല്ലേ നിങ്ങളോട് ഒന്ന് പ്രസംഗിച്ചത്? ഇപ്പൊ പേക്കാത്ത പിന്നെ ആരാ ബാക്കി? ഗസാലിമാവ് പേച്ചൂലേ, നവവിമാവ് പേച്ചുവല്ലേ, ആരാ പിന്നെ പേക്കാൻ ബാക്കിയുള്ളത്? എല്ലാരും പേച്ചൂലേ. അശ്അരി ഇമാം റളിയല്ലാഹുവിന്റെ ശിഷ്യൻ എഴുതുന്നത് കണ്ടോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്. വഅജ്മഉ, പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു, അലാ അന്നഹു ലാ യഹ്ബീഹി മക്കാനുൻ, അല്ലാഹുവിന് ഒരു സ്ഥലം ഇല്ല, അവൻ സ്ഥലകാലതീതനാണ്. വലാ യജ്രി അലൈഹി സമാനുൻ, അല്ലാഹു അതാ കാലവും അവനെ വലയം ചെയ്യുന്നില്ല, അവന് നടക്കുന്നില്ല. ഇനിയും കേട്ടോ, വഅജ്മഉ, എല്ലാ ഇമാമിങ്ങളും സഹാബത്തും യോജിച്ചിരിക്കുന്നു, അലാ ഇഹാലത്തി വസ്ഫിഹി ബിസൂറത്തി വൽ അളാഇ, അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്നോ രൂപമുണ്ടെന്നോ ഒരു നിലക്കും തന്നെ വിശ്വസിക്കാനോ അങ്ങനെ സംഭവിക്കുമെന്ന് ആലോചിക്കാനോ പാടില്ല. സഹോദരന്മാരെ, എന്നിട്ട് അള്ളാഹുവിന് വിരലുണ്ട് പോലും, അള്ളാഹ്ക്ക് കൈയുണ്ട് പോലും. ഇനി ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നറിയോ, ഇവരെ അമാനി മൗലവി അടക്കം എല്ലാരും അശ്അരികളായതുകൊണ്ട് ഇബ്നു കസീർ അടക്കം ഇമാം ഖുർത്തുബി അടക്കം എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും അശ്അരി ആയതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ ഖവാരിജികളാണ് എന്ന് ആരാ പറയുന്നത്? മുജാഹിദിന്റെ നേതാവ് 4 വർഷ സ്റ്റേജിൽ വന്നിട്ട് സലഫിനെ സഹായിക്കുന്ന സക്കരിയ സലാഹി അയാള് പ്രസംഗിക്കുന്ന എന്താ പറയുന്നത്? അമാനി മൗലവി അടക്കം അശ്അരികള് പിഴച്ചവരാണ്, ഖവാരിജിയാക്കളാണ്, മുബ്തദികളാണ്. സംവാദത്തിൽ പറഞ്ഞതാ, മടവൂർ മുജാഹിദായിട്ടുള്ള സംവാദത്തിൽ. അതിന്റെ ഓഡിയോ കേസറ്റാ, ഒന്ന് കേട്ടോളിങ്ങൾ. കടവത്തൂരിൽ വെച്ച് ഞാൻ പ്രസംഗിച്ച സക്കരിയ സലാഹിന്റെ വെല്ലുവിളി സ്വീകരിച്ച് പ്രസംഗിച്ച CD-യിൽ നിന്നാണ്. അങ്ങനെ അമാനി മൗലവി പിഴച്ചുപോയി, KM മൗലവി പിഴച്ചുപോയി, EK മൗലവി പിഴച്ചുപോയി, വക്കം മൗലവി പിഴച്ചുപോയി, TK മൗലവി പിഴച്ചുപോയി, അങ്ങനെ മുജാഹിദിന്റെ KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി പിഴച്ചുപോയി. അങ്ങനെ എല്ലാ മൗലവിമാരും ഖവാരിജികളെ പോലെ, ഖവാരിജികൾ സഹാബത്തിനോട് യുദ്ധം ചെയ്ത് അലി ഇബ്നു അബീ താലിബിനെ കൊന്നുകളഞ്ഞ ഖവാരിജിനെ പോലെ വ്യതിയാനം സംഭവിച്ച പിഴച്ചുപോയ വ്യക്തികളാണ് എന്ന് സക്കരിയ സലാഹിന്റെ നാവ് കൊണ്ട് അമാനി മൗലവിന്റെ പേരെടുത്ത് പറഞ്ഞത് എന്റെ അടുക്കലുണ്ട് CD. മനസ്സിലാക്കണം, സക്കരിയ സലാഹി എന്നെ വെല്ലുവിളിക്കുമ്പോ ആലോചിച്ചോളണം. നിങ്ങളുടെ ഖുർആൻ പരിഭാഷ എഴുതിയ അമാനി മൗലവി അദ്ദേഹം ഖവാരിജികളെ പോലെ പിഴച്ച ആളാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ CD, നിങ്ങളുടെ കേസറ്റ്, ഓഡിയോ കേസറ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആദർശപരമായ വിഷയത്തിലെ വ്യതിയാനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോ പറയാന് വജുഹുല്ലാന്നല്ലേ അമാനി വ്യാഖ്യാനിച്ച്, ഖുർത്തുബിയെ വ്യാഖ്യാനിച്ച്. എന്താ ഖുർത്തുബി ഇബ്നു കസീറൊക്കെ മാറ്റം നിങ്ങൾ എഴുതിയതാ? അമാനി ഒരു മാറ്റൂമാ? തെറ്റ് തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ ആ മരിച്ചവരല്ലോ ഒരിക്കൽ വ്യതിയാണ്ടി വരാൻ പറ്റുമോ? മരിച്ചവർക്ക് വ്യതിയാണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഈ കേൾക്കും പോലെ വ്യതിയാനല്ലേ? എത്ര ഈ സലഫി പണ്ഡിതന്മാർക്കില്ലാത്ത എത്ര അഭിപ്രായങ്ങൾ ഇസ്ലാം തെളിയിക്കണ്ടേ? അവർക്ക് തെറ്റുപറ്റി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് നമ്മൾ പറയണം. അവർക്ക് ആ വിഷയത്തിൽ അറിഞ്ഞുകൊണ്ടാണ് എഴുതിയെങ്കിൽ അത് വ്യതിയാനം തന്നെയാണ്. ഇബ്നു കസീറിന് അശരീയത്തുണ്ടോ? ഖുർത്തുബിക്ക് അശരീയത്തുണ്ടോ? അബ്ദുൽ ബാരിക്ക് അശരീയത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് അശരീയത്ത് എന്ന രോഗം ബാധിച്ചിരുന്നു. അതുകൊണ്ട് അവർ ഇസ്ലാമെന്ന് പുറത്തുമില്ല. ഖവാരിജ് ഉണ്ടായിട്ടില്ലേ? മുർജിയൊക്കെ ഉണ്ടായിട്ടില്ലേ? സഹാബത്തിന്റെ കാലത്ത് വിവിധങ്ങളായ കക്ഷികൾ ഉടലെടുത്തു. ആ കക്ഷികൾക്കൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടായി. അവർ മുസ്ലിം കാരണമല്ല, അവർ മുൻകഴികളാണ്. അപ്പൊ ഇബ്നു കസീർ മൗലവി വായിച്ചെങ്കിൽ ആ ഇബ്നു കസീർ അശ്അരിയാണ് എന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. പിന്നെ എന്തിനാ കൊണ്ടത് വായിച്ചവിടെ?
നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്താ അയാൾ പറഞ്ഞത്? ഇബ്നു കസീറിന് അശ്അരിയത്തുണ്ട്, ഖുർത്തുബിക്ക് അശ്അരിയത്തുണ്ട്, ഫത്ഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനിക്ക് അശ്അരിയത്തുണ്ട്. അവരൊക്കെ അശ്അരിക്കാരാണ്. അവിടെ ഇമാമിങ്ങളൊക്കെ പേച്ചു പോയവരാണ്.